എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന അൽക്കോയർ എന്ന സ്ഥലത്തുനിന്ന് റൂബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ മസ്കറ്റിൽ തന്നെയാണ് 2 സ്ഥലമുള്ളത്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെയർ ടാക്സി എന്ന് പറയുന്ന ഒരു ടാക്സി എടുത്താണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഒമാനിൽ വന്നിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് ഫ്രണ്ട്സ്. അങ്ങനെ റൂബിയിൽ നിന്ന് പിന്നെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് എത്തണം. അവിടെ എൻ്റെ കസിൻ ബ്രദറുണ്ട്. അങ്ങനെ ഒമാനിൽ വന്നിട്ട് ആദ്യത്തെ പോകണവും ആദ്യത്തെ ഔട്ടിങ്ങുമാണ്. എന്താ പറയുക, ഗൾഫ് കൺട്രികൾ ഞാൻ ഇറാനും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇവിടെ എത്തി. പറയുന്ന കാര്യം ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. സലാലയൊക്കെ കേരളം പോലത്തെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ബട്ട് മസ്കറ്റിൽ നിന്ന് ഏകദേശം 1100 കിലോമീറ്ററിനടുത്ത് സലാലയിലേക്ക് പോകും. നമ്മുടെ ഡ്രൈവർ പാകിസ്ഥാനിൽ പൈസ ചേഞ്ച് പോയിട്ട് ഒരുപാട് മലയാളീസും അറിയില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരാഴ്ച കൊണ്ടുതന്നെ ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ സാധിച്ചു. ഞാൻ നേരത്തെ ഒരു കാര്യം പറയുന്നത്, ഗൾഫിൽ ദുബായിൽ കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കളർഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക, ചെറിയ കളറുള്ള ബിൽഡിങ്ങാണ്. ഞാൻ കണ്ടിട്ടില്ലായിരിക്കും മേ ബി. എനിക്ക് പിരീഡ് സോറി മൊമെന്റ് കിട്ടി. അത് ഫുൾ സബമിയ شكرا. ഇവിടുത്തെ 100 പൈസ അങ്ങനെയാണ്. 100 പൈസ, 200 പൈസ, 500 പൈസ. 200 ഉണ്ടോയെന്നറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും കറൻസികളുടെ ഒരു വ്യത്യാസം അതൊക്കെ ശരിക്കും അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. കറൻസികളൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഉറപ്പായിട്ടും. അങ്ങനെ ഇവിടെ ലുലു മാളിനടുത്ത് വന്നിട്ട് സൈഡിലെത്തി, ലുലു മാളിലെത്തി. ക്രോസ് കഴിഞ്ഞിട്ട് എന്നോട് ബ്രദർ അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ലുലു മാള്. നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ എനിക്കറിയില്ല. കേരളത്തിൽ കൊച്ചി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പേരുള്ളതായിട്ടറിയാം. എനിക്ക് ടാക്സി പിടിച്ച് പോകണമെങ്കിലൊക്കെ നമ്മുടെ പറ്റിക്കപ്പെടും. ഇപ്പോൾ തന്നെ ഞാൻ മക്ഡൊണാൾഡ്സിൽ കയറി വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് 250 മില്ലി വെള്ളത്തിന് ഇവിടെ 300 പൈസയാണ് പറയാം. ഭയങ്കര പൈസയാണ്. ഞാൻ എന്നെ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ അതുപോലെ ടാക്സി പിടിച്ച് കഴിഞ്ഞിട്ട് വന്നത് ആദ്യം ഒരു ടാക്സിക്കാരനെ കണ്ടപ്പോൾ പുള്ളിൻ്റെ അടുത്ത് 1 റിയാൽ ആവശ്യപ്പെട്ടു. 1 റിയാൽ എന്ന് പറയുന്ന നാട്ടിൽ 220 രൂപ, സോറി 2 റിയാൽ 440 രൂപ. ശരിക്കും 300 പൈസയേ ഉള്ളൂ, 400 പൈസയേ ഉള്ളൂ. അതായത് 100 രൂപയ്ക്കകത്തൊക്കെ വരുള്ളൂ. അപ്പം ഭാഷ അറിഞ്ഞിട്ടും കാര്യമില്ല. നമ്മളതടുത്ത് പ്രയോഗിക്കുന്ന പോലെ ആയിരിക്കും. നമ്മൾ എന്താ പറയുക, ഒരു അപകടം ചെന്ന് ചാടുന്നത് നമ്മളതെടുത്ത് പ്രയോഗിക്കുന്ന കണക്കിരിക്കും. പിന്നെ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് ഗൾഫിലൊക്കെ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മസ്റ്റായിട്ട് GCസിലൊക്കെ ആണെങ്കിൽ